നമസ്കാരം. അമേരിക്ക ചതിച്ചു, നെതന്യാഹുവിന് കൊലമരം. ഇറാന് മുന്നിൽ മുട്ടുമടക്കി ട്രംപിന്റെ സൈന്യം. സത്യത്തിൽ അമേരിക്കൻ ചതിയിൽ വെറുതെ ഇരിക്കേണ്ട സാഹചര്യമാണോ നെതന്യാഹുവിനുള്ളത്? ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതും വെടിനിർത്തലുമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാനുമായി കരാറിലെത്തിയപ്പോൾ സത്യത്തിൽ കടുത്ത അമർഷത്തിലാണ് ഇസ്രായേൽ ഭരണകൂടം. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച സമാധാന കരാർ പശ്ചിമേഷ്യയിൽ പുതിയ രാഷ്ട്രീയ പോരിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതും വെടിനിർത്തലും പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാനുമായി കരാറിലെത്തിയപ്പോൾ കടുത്ത അമർഷത്തിലായിപ്പോയത് ഇസ്രായേൽ ഭരണകൂടവും ബെഞ്ചമിൻ നെതന്യാഹുവുമാണ്. കരാറിലെ ഭാഷ വളരെ അവ്യക്തമാണെന്നും ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകൾ ഒട്ടും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുമാണ് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ റൂവൻ അസർ പോലും ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. സത്യത്തിൽ അമേരിക്ക ചതിച്ചിരിക്കുന്നു ഞങ്ങളെ, നെതന്യാഹുവിനെ കൊലമരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അതായത് നെതന്യാഹു കൊലമരം സ്വയം ഇരന്നു വാങ്ങിയതുപോലെയായി. ഒരു യുദ്ധത്തിന്റെ സാധ്യതകളെ ഇത്രത്തോളം തങ്ങളിലേക്ക് ആവാഹിച്ചെടുത്ത മറ്റൊരു രാജ്യം ഉണ്ടാവില്ല. കാരണം ഇറാനും അമേരിക്കയും തമ്മിലാണ് യുദ്ധം പ്രഖ്യാപിച്ചത് എങ്കിൽ കൂടിയും യുദ്ധം തുടങ്ങി വെച്ചത് ഇസ്രായേലായിരുന്നു. അവസാനം ഇറാനും അമേരിക്കയും ഒന്നിച്ച് സമാധാന കരാർ ഉൾപ്പെട്ട് പോകുമ്പോഴും ചതി പിണഞ്ഞതും കൊലമരം സ്വീകരിക്കേണ്ടി വരുന്നതും ഇസ്രായേലും നെതന്യാഹുവുമാകുന്നു. ഇവിടെ ഇസ്രായേലിന്റെ ആശങ്കകളുണ്ട്. ആ ആശങ്കകൾക്ക് പിന്നിലുള്ള കാരണങ്ങൾ എന്ന് പറയപ്പെടുന്ന അവ്യക്തമായിട്ടുള്ള ഒരു കരാറിനെ കുറിച്ച് അവർക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നു. കരാറിലെ വ്യവസ്ഥകൾ വളരെ അവ്യക്തമാണ് എന്നും ഇറാന്റെ ദീർഘകാലമായിട്ടുള്ള സുരക്ഷാ ഭീഷണികളെ എങ്ങനെ നേരിടുമെന്നതിനെ കുറിച്ചൊരു വ്യക്തതയില്ല എന്ന് കൂടി അതിനകത്ത് ഇസ്രായേൽ അംബാസഡർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മിസൈലും ആണവ പദ്ധതികളെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാകുന്നില്ല. ഇപ്പൊ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുവാനുള്ള അവരുടെ ശേഷിയെക്കുറിച്ചോ കരാറിൽ കാര്യമായിട്ടുള്ള നിയന്ത്രണങ്ങളൊന്നുമില്ല. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സുരക്ഷാ ഭീഷണിയാണ്. മറ്റൊന്ന് ഈ പ്രോക്സി ഗ്രൂപ്പുകളാണ്, ഹിസ്ബുള്ള പോലെയുള്ള. അപ്പോൾ ഹിസ്ബുള്ള പോലുള്ള ഇറാൻ പിന്തുണയുള്ള സംഘടനകളുടെ ഭാവി എന്താകും എന്നത് കരാറിൽ മൗനമാണ്. ഇതാണ് അസർ വിമർശിക്കുന്നത്. ഇസ്രായേലിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നത് തന്നെ വലിയൊരു വീഴ്ചയാണ് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ പക്ഷം. ഇനി ഇതിനകത്ത് ഇസ്രായേൽ ഒപ്പുവെച്ചിട്ടില്ല. അപ്പൊ ഈ കരാർ അമേരിക്കയും ഇറാനും തമ്മിലുള്ളതാണ്, അല്ലാതെ ഇസ്രായേൽ ഈ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല എന്നതിനാൽ തങ്ങളുടെ സുരക്ഷാ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഏത് നടപടിയും സ്വീകരിക്കുവാൻ ഇസ്രായേൽ ബാധ്യസ്ഥരാണ് എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട് പോലും. ഇസ്രായേലിന് വിശ്വാസത്തിലെടുക്കാതെ അമേരിക്ക ഇത്തരം ഒരു കരാറിൽ ഒപ്പുവെച്ചത് അവരുടെ തന്ത്രപരമായിട്ടുള്ള പരാജയമായാണ് ഇസ്രായേൽ കാണുന്നത്. കരാറിന് ശേഷവും ലെബനനിലെ സൈനിക നീക്കങ്ങൾ തുടരുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയുമായിട്ടുള്ള ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും തങ്ങളുടെ സുരക്ഷാ താല്പര്യങ്ങൾക്കാണ് മുൻഗണനയെന്ന് ഇസ്രായേൽ ആവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ അമേരിക്കയുടെ ഈ നീക്കം സഖ്യരാജ്യങ്ങൾക്കിടയിൽ വലിയ വിള്ളലുണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നെതന്യാഹു ഈ കരാറിനെതിരെ വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്തുവാൻ തന്നെയാണ് ഒരുങ്ങുന്നത്. കരാർ നടപ്പിലാക്കാൻ 60 ദിവസത്തെ സമയം ലഭിച്ചിരിക്കെ ഇസ്രായേൽ തങ്ങളുടെ നയതന്ത്ര നീക്കങ്ങളിലൂടെ എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരും എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. സമാധാനം എന്ന പേരിൽ ഇറാനുമായി ഒപ്പുവെച്ച ഈ കരാർ യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധത്തിന്റെ വിത്തിടുകയാണോ എന്ന ചോദ്യവും ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു. കാരണം ഇനി അടുത്ത യുദ്ധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആരായിട്ടായിരിക്കും? ഇസ്രായേലുമായിട്ടായിരിക്കും. ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള യുദ്ധമായിരിക്കും. ഇറാനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചപ്പോൾ കൂടെ നിൽക്കുവാനും കുടപിടിക്കുവാനും ട്രംപും അമേരിക്കയും ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു വസ്തുതയും യാഥാർത്ഥ്യവും. പക്ഷെ എവിടെയോ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു കൂട്ടുകച്ചവടത്തിലെത്തുകയും അവർ സമാധാനത്തിന്റെ കരാറുകൾ ഉണ്ടാക്കുകയും ആ കരാറിൽ ഒപ്പിട്ടുകൊണ്ട് എന്നേക്കുമായി യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ തകർന്നു പോയതും തളർന്നു വീണതും നെതന്യാഹുവും ഇസ്രായേൽ എന്ന് പറയപ്പെടുന്ന രാജ്യവുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചോദ്യം, ഈ അമേരിക്കൻ ചതിയിൽ വെറുതെ ഇരിക്കുമോ നെതന്യാഹു എന്ന്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതും വെടിനിർത്തലും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാനുമായിട്ട് കരാറിലെത്തിയപ്പോൾ കടുത്ത അമർഷത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഇസ്രായേൽ ഭരണകൂടത്തിന് ഉണ്ടാകുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. തങ്ങൾ തുടങ്ങി വെച്ചത് പൂർത്തിയാക്കുവാൻ കഴിയാതായി പോകുന്നതിന്റെ വേദനയിലും വിഷമത്തിലും തന്നെയാണ് ഇസ്രായേൽ ഭരണകൂടം. അതുകൊണ്ട് തന്നെ ഇറാനെ തകർക്കുക, ഇറാനെ തകർത്തതിന് ശേഷം ഒരു പുൽനാമ്പ് പോലും ഇറാനിൽ കിളിർക്കാത്ത വിധം ആണവ ആയുധങ്ങൾ ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കുക എന്നൊരു ലക്ഷ്യം ഇസ്രായേലിനുണ്ടായിരുന്നു. പക്ഷെ അവിടെ അതിന് പാലം വലിച്ചത്, പിന്നിൽ നിന്ന് കുത്തിയത് ട്രംപും അമേരിക്കയുമായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ തിരിച്ചറിവിലാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു
അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധത്തിന്റെ വിത്തിടുകയാണ്, അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധത്തിന് തുടക്കം കുറിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് അമേരിക്കയും ഇസ്രായേലും തമ്മിലായിരിക്കും. ട്രംപിനെ വധിക്കുക, ട്രംപിനെ ഇല്ലായ്മ ചെയ്യുക എന്നത് മാത്രമായിരിക്കും പിന്നെ ഇസ്രായേലിന്റെ മുമ്പിലെ വഴി. പക്ഷെ അവിടെയും ഈ നെതന്യാഹു എന്ന് പറയപ്പെടുന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിക്ക് ചില കാര്യങ്ങളിൽ ഒരു അവ്യക്തത ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലൊരു തിടുക്കത്തിലുള്ള തീരുമാനത്തിലേക്ക് അവർ ഇപ്പോൾ എത്താത്തത്. പക്ഷേ ഈ കഴിഞ്ഞുപോയ ചതി എന്ന് പറയപ്പെടുന്ന, അമേരിക്ക തെറ്റിച്ച ചതി എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തീരുമാനമെടുക്കുന്ന നെതന്യാഹു അമേരിക്കക്കെതിരെ ഏത് നിമിഷം വേണമെങ്കിലും അത്തരത്തിലൊരു ബോംബ് സ്ഫോടനം നടത്താൻ തുനിയുക തന്നെ ചെയ്യും. പക്ഷെ അപ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്ക ചതിച്ചു എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴും നെതന്യാഹുവിന്റെ കൊലമരം എവിടെയോ ഒരുങ്ങുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.